ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഞാൻ ഒരാഴ്ച മുമ്പ് ഡോക്ടറിനെ കാണാൻ പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ 18-ാം തീയതി വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഇന്നാണ് ആ ദിവസം. അപ്പോൾ ഋതുവിനെ സ്കൂളിൽ വിട്ടിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. ഋതുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല, കാരണം ഇനി കുറേ ലീവ്സും കാര്യങ്ങളും ഋതുവിനെ എടുക്കാനുണ്ട്. എൻ്റെ ഡെലിവറി ടൈമായിരുന്നാലും അമ്മുവിൻ്റെ ഡെലിവറി ടൈമായിരുന്നാലും അപ്പോൾ കുറേ ലീവും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഏതായാലും ഇന്ന് അവൾ പോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അവളെ ഒരുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നും കൂടെ എനിക്ക് എൻ്റെ മോളെ ഒരുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ വീട്ടിൽ കാണില്ല. ഞാൻ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് ഡെലിവറി കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം കാര്യങ്ങളാണ്. അപ്പോൾ ഋതുവിന് നല്ല സങ്കടമുണ്ട് കേട്ടോ. അതാണ് അവളെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അമ്മയെ കാണാൻ വരണം, ഡെലിവറി സമയത്തൊക്കെ വരണം കേട്ടോ എന്നൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ആൾ നല്ല ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ ഹാപ്പിയല്ല, എന്തോ ഒരു സങ്കടം പോലെ ഉണ്ട് കേട്ടോ. അത് അവളുടെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ചില പിള്ളേർക്ക് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല. പക്ഷെ ഇവളാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും അതിനോട് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അവൾ മുതിർന്ന പേരെ പോലെ അവൾ പെരുമാറുന്നത്. പിന്നെ ഞാൻ അവൾക്ക് കൊണ്ടുപോകാനുള്ള ടിഫിൻ ബോക്സ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ ടിഫിനും കാര്യങ്ങളും വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ എനിക്കൊക്കെ എൻ്റെ മനസ്സിൽ ഈ സമയമൊക്കെ ഭയങ്കര വിഷമമാണ് കേട്ടോ. പിന്നെ അവളെ കാണാൻ പറ്റില്ലല്ലോ. എന്നാലും എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു വിഷമം പോലെ. നമ്മൾ ഡെലിവറിക്ക് ആയിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റത്തേന് പോയപ്പോൾ പോലും ഇത്ര സങ്കടവും കാര്യങ്ങളൊന്നുമില്ല. ഇവളെ പിരിയുന്നതിന് കൊണ്ടായിരിക്കും എനിക്കെന്തോ സങ്കടവും കാര്യങ്ങളും വന്നു കേട്ടോ. ഋതുവിനെ വിളിക്കാൻ വേണ്ടി വാൻ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവളെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ആൾക്ക് തീരെ ഇന്ന് ഇഷ്ടമില്ല പോകുന്നത്. ഇങ്ങനെ ടാറ്റയൊക്കെ തരുവാണ്. പക്ഷേ ഇന്ന് എന്തോന്നറിയില്ല, അവൾ തിരിഞ്ഞു നോക്കി ഇങ്ങനെ പോവാണ്. ഞാൻ പിന്നെ ചിരിക്കുന്നതെന്ന് വെച്ചാൽ വേറൊന്നും ഉണ്ടല്ലേ, ഷമ്മിച്ചേട്ടൻ ഇങ്ങനെ കളിയാക്കിയിരിക്കുക, സങ്കടം വരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ അത് പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ തിരിഞ്ഞു നോക്കി പോകുന്നെന്ന് കണ്ടോ, ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ എന്തോ വേറൊരു ഫീലാണ്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഷമ്മിച്ചേട്ടൻ ഓരോന്ന് പറഞ്ഞ് ചിരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഋതുവിനെ വിട്ടിട്ട് വേണം നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ ഞാൻ രാവിലെ ടോക്കൺ എടുത്തായിരുന്നു കേട്ടോ, നമ്മുടെ ഓൺലൈൻ വഴി. അപ്പോൾ എൻ്റെ ടോക്കൺ സത്യം പറഞ്ഞാൽ ഇന്ന് 2 കിട്ടിയത്. പക്ഷേ എന്നാലും ഋതുവിനെ വിട്ടിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ എന്ന് കരുതി. പിന്നെ പെട്ടെന്ന് കഴിക്കാനും ഒരു മനസ്സില്ല, എന്നാലും കഴിക്കുകയും വേണമല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് പോയി കഴിച്ചു കേട്ടോ. എന്നിട്ട് റെഡിയാവുക. അപ്പോൾ ഏതായാലും കുറച്ച് വഴക്ക് കിട്ടുമെന്നുള്ള ഇതിലാണ് പോകുന്നത്. ടോക്കൺ നമ്മുടെ 2 എന്ന് വിചാരിച്ചിട്ട്. വിഷമമുണ്ടോ സൂര്യനക്ക്? എന്നാലും ചെറിയ സങ്കടമില്ലേ? അവള് ഗൾഫിൽ പോകുമ്പോഴാണ് പോണത്. അതിനേക്കാളും ത്രില്ലാണ് മമ്മിക്ക്. മമ്മി ലുലു മാളിൽ ഡ്രസ് എടുക്കാൻ പോകുമ്പോഴാണ് പോണത്. പക്ഷേ കഴിഞ്ഞ ഇങ്ങനെ അവള് ചിരിക്കണമെങ്കിൽ അവളെ ചിരിക്കണമെങ്കിൽ അവളെ മനസ്സ് മൊത്തം നീറ്റലാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാണ് കേട്ടോ. അങ്ങനെ ഷമ്മിച്ചേട്ടൻ എൻ്റെ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി കാറിൽ വെക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്നെ കൊണ്ടാക്കുന്നത് ഷമ്മിച്ചേട്ടനാണ്. ഷമ്മിച്ചേട്ടനും അമ്മയും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കും. എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ വരും കേട്ടോ, അമ്മയും അച്ഛനും കൂടെ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും നേരത്തെ വന്ന് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ. അപ്പോൾ ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റൽ തൈക്കാടാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ ആദ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. പിന്നെ ഞാൻ ഡോക്ടറിനെ കണ്ടു. അഡ്മിഷൻ ഇന്ന് തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഷമ്മിച്ചേട്ടൻ അകത്ത് കൊണ്ട് സാധനം വെച്ച് തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് പേ വാർഡ് കിട്ടൂല. ആദ്യം നമുക്ക് ആദ്യം ജനറൽ വാർഡിൽ കൊണ്ടുപോയിട്ടേ നമുക്ക് പേ വാർഡ് കിട്ടുള്ളൂ. ആദ്യം അഡ്മിഷൻ എല്ലാം എടുക്കണം. അപ്പോൾ അത് ആ പ്രോസസ്സിങ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പേ വാർഡ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ജനറൽ വാർഡിലോട്ട് എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ചെയ്തിട്ടുണ്ട്, അത് വായിച്ചു നോക്കാൻ പറഞ്ഞു. പിന്നെ നമ്മൾ ജനറൽ വാർഡിലോട്ട് വന്നു. അപ്പോൾ ഷമ്മിച്ചേട്ടൻ പേ വാർഡിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി റൂമെല്ലാം കിട്ടിയിട്ടോ. പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അവിടെ വൈറ്റ് മുണ്ടും വൈറ്റ് ടീഷർട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഡോക്ടർ വന്ന് എല്ലാം ചെക്കപ്പൊക്കെ ചെയ്ത് ഫയലൊക്കെ എല്ലാം നോക്കിയിട്ട് നമ്മൾ നേരെ പേ വാർഡ് റൂമിലോട്ട് വിട്ടിട്ടോ. അങ്ങനെ ഞാൻ പേ വാർഡ് റൂമിലോട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ബൈ.